ചുറ്റിലും ಜನರೆಲ್ಲರೂ ಸುತ್ತುವರೆದಿದ್ದಾರೆ. അതിന്റെ മധ്യത്തിൽ ഒരുവൻ യേശുവിനെ കാണുന്നതായിട്ടും തന്റെ ജീവിതം മാറുന്നതായിട്ടുമാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ಆ ಜನರ ಸಮುದಾಯದ ಮಧ್ಯದಲ್ಲಿ ಒಬ್ಬನು ಯೇಸುವನ್ನು ಯಥಾರ್ಥವಾಗಿ ಕಾಣುವಂತೆಯೂ ಆತನ ಜೀವಿತ ಮಾರ್ಪಟ್ಟದನ್ನು ನಾವು ನೋಡ್ತೇವೆ. ഇന്ന് എത്രയൊക്കെ ആൾക്കാർ യേശുവിന്റെ ചുറ്റിലുമുണ്ടെങ്കിൽ, ಪ್ರೀತಿಯವರ ಮಕ್ಕಳು, ಇಂದು ಎಷ್ಟೆಲ್ಲಾ ಜನರು ಯೇಸುವಿನ ಸುತ್ತಮುತ್ತಲಿದ್ರು, ഒരു ദാഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി യേശു അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. ದಾಹವಿರುವ ಒಂದು ವ್ಯಕ್ತಿಗಾಗಿ ಯೇಸು ಅದ್ಭುತ ಮಾಡಲು ಶಕ್ತನು. ഒരു ആഗ്രഹമുള്ള ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ യേശു ശക്തനാണ്. ಒಂದು ಬಯಕೆ ಇರುವ ಆತ್ಮವನ್ನು ತೃಪ್ತಿಪಡಿಸಲು ಯೇಸು ಶಕ್ತನು. യേശുവിനോട് എത്രയൊക്കെ പേർ ഒട്ടിയിരുന്നാലും, ಯೇಸುನೊಟ್ಟಿಗೆ ಎಷ್ಟು ಜನ ಅಂಟಿದ್ದರು, നമ്മുടെ ഒരു ആഗ്രഹം മതി. ನಮ್ಮ ಒಂದು ಬಯಕೆ ಸಾಕು. യേശുവിനെ കാണാനുള്ള ആഗ്രഹം, ಯೇಸುವನ್ನು ಕಾಣಲಿಕ್ಕಿರುವ യേശുവിനെ തൊടണമെന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, ಯೇಸುವನ್ನು ಮುಟ್ಟಬೇಕೆಂಬುದಾಗಿರುವ ಬಯಕೆಯಲ್ಲಿ ನೀವಿದ್ದರೆ, നിങ്ങൾ എവിടെ ഇരുന്നാലും യേശു നിങ്ങളുടെ അടുത്ത് നിങ്ങളെ അത്ഭുതമായി വിടുവിക്കാൻ മാറ്റാൻ ശക്തനാണ്. ಅಂತಹ ದಾಹ ಇರುವ ವ್ಯಕ್ತಿಗಳು ಎಲ್ಲೇ ಇರುವುದಾದರೂ ಅದ್ಭುತವಾಗಿ ದೇವರು ನಿನ್ನನ್ನು ಮಾರ್ಪಡಿಸಿ